ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നവംബറിൽ നടന്ന LD ക്ലർക്കിന്റെ ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് 233 2023 ആണ്. അപ്പോൾ 100 മാർക്കിന്റെ ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. രണ്ടാമത്തെ ചോദ്യം, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ആണ്. ഉത്തരം K ശിവൻ. അപ്പോ ISROയുടെ ചെയർമാൻ ചന്ദ്രയാൻ 2ന്റെ സമയത്ത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം K ശിവൻ. ചന്ദ്രയാൻ 3യുടെ സമയത്ത് സോമനാഥ്. ഇനി ഇന്ത്യയിലെ സമൂഹശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനാഗരിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇന്ത്യയില് ചരക്ക് സേവന നികുതി GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ഓർക്കുക. ടോക്കിയോ ഒളിമ്പിക്സ് ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളില് ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? അപ്പൊ വിമുക്തി എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഈ പദ്ധതിയുടെ പേര് ഉണർവ് എന്നാണ്. നമ്മുടെ ആൻസർ ഉണർവ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പൊ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 3ഉം 4ഉം. താരതമ്യേന വീതി കുറവാണ്. അല്ല, അപ്പൊ 3ഉം 4ഉമാണ്. കിഴക്കാണ്, പടിഞ്ഞാറിനാണ് വീതി കുറവ്. അപ്പൊ ഡെൽറ്റകൾ കാണപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. സുന്ദർവനം കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. ഡെൽറ്റകൾ കാണപ്പെടുന്നു. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നമ്മുടെ ഉത്തരം ഇന്ത്യയിലെ മൗണ്ട് K2 ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ലോകത്ത് മൗണ്ട് എവറസ്റ്റ് അത് നേപ്പാളിലാണ്. ഉപദ്വീപ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി അത് ഗോദാവരി നദിയാണ്. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നു. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. സാമ്പത്തിക തലസ്ഥാനമാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. കേരളത്തിലെ കൊല്ലം മുതൽ ഇപ്പോൾ കോഴിക്കോട് വരെയാണ് ജലപാത 3, വെസ്റ്റ് കോസ്റ്റ് കനാല്. താരാപൂർ ആണവോർജം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ മഹാരാഷ്ട്രയിലാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം എന്താണ്? കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഫോസിൽ ഇന്ധനങ്ങളൊക്കെ പാരമ്പര്യമാണ്. പാരമ്പര്യേതരമാണ് സൗരോർജം, വേലിയോർജം, ജൈവവാതകം, ബയോമാസ്, ബയോഗ്യാസ്, കാറ്റിൽ നിന്നുള്ളത്, ജലം, ഇതൊക്കെ പാരമ്പര്യേതരം. പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് പാരമ്പര്യേതരം. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പ് വ്യവസായശാല ഏതാണ്? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പ് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ക്ലിയർ ആണ്. ആദ്യ ഇരുമ്പുരുക്കുശാലയാണ് ടിസ്കോ. ടാറ്റ. ഈ പാരമ്പര്യ ഊർജ സ്രോതസ് കൽക്കരിയാണ്. ഖനനം ചെയ്തെടുക്കുന്നത് കൊണ്ട് ഖനിജ സോഴ്സ് എന്ന് പറയുന്നുണ്ട്.
മറ്റേത് എന്താണ്? തീർന്നു പോകാത്തതാണ്, എപ്പോ വേണമെങ്കിലും വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണ്? അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ദിഗ്ബോയ്, ആസാമിലാണ് ദിഗ്ബോയ്. ഇന്ത്യയിലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതിൽ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ധാതു കലവറയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. നിയമസമത്വം 14 ഉൾപ്പെടുന്നു. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം 16 ഉൾപ്പെടുന്നു. തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നു 17 സമത്വത്തിന്റെ ഭാഗമാണ്. കുറ്റകൃത്യങ്ങളെ സംരക്ഷിക്കുന്ന സംബന്ധിച്ചുള്ള സംരക്ഷണം അത് 22 അതെന്താണ്? സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ബി ആണ് ഉൾപ്പെടാത്തത്. ഭരണഘടന ഇപ്പൊ 14 മുതൽ 18 വരെ സമത്വത്തിലാണ്. 14 മുതൽ 18. 15 എന്താണ്? വിവേചനം ഒഴിവാക്കൽ, ജാതി, ലിംഗം, മതം വിവേചനം ഒഴിവാക്കൽ, സമത്വമാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടത് ഭാഗം 4A ആണ്, കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ദേശീയ പതാക സമാധാനം, സമത്വം. സമാധാനം വെള്ളരിപ്രാവ് അല്ലെ, അപ്പോ വെള്ള നിറമാണ്. കുങ്കുമം എന്താണ്? ധീരതയാണ് കുങ്കുമം. പച്ച എന്താണ്? സമ്പൽ, സമൃദ്ധിയാണ്. ഇനി 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? നമ്മുടെ ഉത്തരം ഹിന്ദിയാണ്. നമ്മുടെ ഉത്തരം ഹിന്ദി. 1950 ജനുവരി 24 ജനഗണമന ഹിന്ദിയാണ് അംഗീകരിച്ചത്. ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗാനം ജനഗണമനയാണ്, ഗീതം വന്ദേ മാതരമാണ്. ഗാനം രചിച്ചത് ടാഗോർ ആണെങ്കിൽ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്, ആനന്ദമഠം എന്ന നോവൽ. ക്ലിയർ ആണ്? അടുത്തത്, ദേശീയ മനുഷ്യാവകാശ നിയമം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. നമ്മുടെ ഉത്തരം 1993. 1993. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, 10ൽ കുറയാത്ത വിവരാവകാശ കമ്മീഷനും ഉണ്ടാകും. ശരിയായതാണ് ചോദിച്ചത്. അപ്പോ ഇത് 2005 നിയമം നിലവിൽ വന്നു എന്ന് പറയുന്നത് ശരിയല്ലേ? ആണ്. ഇനി വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്, രാജസ്ഥാനാണ്. തെറ്റാണ്. രാജ്യത്തിന്റെ സുരക്ഷ, അഖണ്ഡത ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ള വ്യക്തികളുടെ ജീവൻ സുരക്ഷാ ഭീഷണിയാകുന്നത് വെളിപ്പെടുത്തില്ല. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. അപ്പൊ ഇത് നമ്മളിപ്പോ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഫൈനൽ ആൻസറിൽ ഇത് ഡിലീറ്റ് ചെയ്യും. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല എന്നുള്ളതാണ്. തൊട്ടുകൂടായ്മ 1955 നിലവിൽ വന്നത്, ആർട്ടിക്കിൾ 17. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്രയാണ്. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന് മാത്രം. 1923 സ്വരാജ് പാർട്ടി, മോത്തിലാൽ നെഹ്റു അല്ലെ, മോത്തിലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ് സ്വരാജ് പാർട്ടി. 28 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബെറിഞ്ഞു. ശരിയാണ്. അപ്പൊ ഭഗത് സിംഗ് ബന്ധപ്പെട്ടതല്ല, സ്വരാജ് പാർട്ടി. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ പഠിച്ചു ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഏതൊക്കെയാണ്? 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന. ഇനി സെൻട്രൽ അസംബ്ലിയില് ബോംബ് എറിയുന്നു. ഇത് രണ്ടുമാണ്. അടുത്തത്, സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട 2 വ്യക്തികൾ ആരൊക്കെയാണ്? ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റുവും. ഇനി ക്വിറ്റ് ഇന്ത്യ വിടുക, ഈ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം 2 മാത്രമാണ്. ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരമാണ്. ശരിയാണ്. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അതിനുശേഷമാണ് ഇത് വന്നത്.
കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. അപ്പോ ഈ രണ്ടാമത്തത് മാത്രം തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന എന്താണ്? 4 മാത്രം തെറ്റാണ്. നായ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് ഗാന്ധിജിയാണ്, നൂതന വിദ്യാഭ്യാസം. ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം, ശരിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്, ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 3 മാത്രം. ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യശേഷവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഉൾപ്പെടാത്തത്. എന്നാൽ അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടായിരുന്നു, വർഗീയ ലഹള ഉണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്വാതന്ത്ര്യശേഷം ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ആൻഡ് ദിയു, അങ്ങനെ കുറച്ച് പോണ്ടിച്ചേരി, പുതുച്ചേരി, ഫ്രാൻസിന്റെ അധീന പ്രദേശം, അതുപോലെ പോർച്ചുഗലിന്റെ അധീന പ്രദേശം. പക്ഷെ അവരൊന്നും നമുക്കൊരു പോർച്ചുഗലിന്റെയും ഫ്രാൻസിന്റെയുമാണ് അധീന പ്രദേശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് എന്തെങ്കിലും അധീന പ്രദേശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു അധീന പ്രദേശവും ഇല്ലായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ക്ലിയർ ആണ്? അപ്പോ ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. നമ്മളുടെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. നമ്മളുടെ ആൻസർ വരുന്നത് ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 35ന്റെ ആൻസർ 2 മാത്രമാണ്. അപ്പൊ 2016 ഡി കെ കാർവെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചു, ശരിയാണ്. ഡി കെ കാർവെ വനിതാ സർവകലാശാല, സ്ഥിരം ചോദ്യം. 2016. ടാഗോർ ബംഗാളിലാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. ടാഗോർ സ്ഥാപിച്ച കോളേജാണ് വിശ്വഭാരതി സർവകലാശാല, ബംഗാളിലാണ് സ്ഥാപിച്ചത്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ എന്ത് സ്ഥാപിച്ചു? കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് 3. അപ്പൊ വില്യം ജോൺസ് ആണോ ഏഷ്യൻ സൊസൈറ്റി ഓഫ് ബംഗാള്? അല്ല. ക്ലിയർ ആണ്? ഇനി നമുക്ക് വേണ്ടത് ശരിയായ ജോഡികൾ കണ്ടെത്തുകയാണ്. എന്താണ് വേണ്ടത്? ശരിയായ ജോഡികളാണ്. നേഷൻ എന്ന പത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണ്? അപ്പോ നമ്മളുടെ ഉത്തരം നേഷൻ എന്ന പത്രം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ, ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ശരി. ക്ലിയർ ആണ്? ഇനി നമുക്ക് വേണ്ടത് അടുത്ത ചോദ്യമാണ്. നമ്മളുടെ ഉത്തരം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്, അല്ലെ? 1784 ജനുവരി 15. മേ ബി ഇത് ഡിലീറ്റ് ചെയ്യുമായിരിക്കും. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് 1784 സ്ഥാപിച്ചതാണ്. ഇനി അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം 3ഉം 4ഉമാണ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രനാണ്. ATC MN ജോഷി, ലാലാ ലജ്പത് റായി. ഗദാർ പാർട്ടി ലാലാ ഹർദയാലാണ്. തെറ്റ്. ഇനി നമ്മുടെ സ്വരാജ് പാർട്ടിയാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം 4 മാത്രം. INCയുടെ ആദ്യ പ്രസിഡന്റ് ആണ് ദാദാഭായ് നവറോജി, അതാണ് തെറ്റ്. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് എന്ന് നമുക്കറിയാം. INC എന്ന് പറയുമ്പോൾ എന്താണ്? ബാനർജി. അപ്പൊ INC എന്ന് പറയുമ്പോൾ അതിന് പേര് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മളുടെ ദാദാഭായ് നവറോജി. ക്ലിയർ? ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ INCയുമായി ബന്ധപ്പെട്ട് ബോംബെയിലാണ് മീറ്റിംഗ് കൂടിയത് എന്ന് ഓർക്കുക. എവിടെയാണ് മീറ്റിംഗ് കൂടിയത്? എവിടെയാണ് മീറ്റിംഗ് കൂടിയത്? ബോംബെയിലാണ്, അല്ലെ? അപ്പോ നമുക്കറിയേണ്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഈ സമ്പദ് വ്യവസ്ഥ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന് INC എന്ന പേര് നിർദ്ദേശിച്ചതും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. ക്ലിയർ ആണ്? ദാദാഭായ് നവറോജിയാണ്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. അപ്പോ നമ്മൾ പഠിച്ചത്
നമ്മളുടെ INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് ശരിയായ പ്രസ്താവന എന്താ? ഉത്തരം 2ഉം 3ഉമാണ്. സെക്കൻഡറി വിദ്യാഭ്യാസം ലക്ഷ്മണസ്വാമി മുതലിയാർ, 10+2 ഡിഗ്രി ഇത് DS കോത്താരി. ഇനി പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം എല്ലാം ശരിയാണ്. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ്. മേഡം ഭിക്കാജി കാമ ത്രിവർണ പതാക ഉയർത്തുന്നു. പണ്ഡിത രമാബായി ബോംബെയിൽ. ശാരദാ സദൻ വനിതകളുടെ സ്ഥാപനമാണ് ശാരദാ സദൻ. ഇനി താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം 1ഉം 2ഉം 4ഉം ശരിയാണ്. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. ശങ്കരാചാര്യർ 788 ജനിച്ചു. 1653 കൂനൻ കുരിശ് സത്യം തെറ്റ്. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാകുന്നു. കൊച്ചി തുറമുഖം രൂപം കൊള്ളുന്നു. കേരളത്തെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം 2 മാത്രം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം എന്നുള്ളത് തെറ്റാണ്. ബാക്കി മലപ്പുറം ഒക്കെ ശരിയാണ്. ബാക്കി തീരപ്രദേശമില്ലാത്തത് ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. കടലില്ല. സപ്തഭാഷ സംഗമ ഭൂമി കാസർഗോഡ്. 7 ഭാഷകൾ. ഏക കന്റോൺമെന്റ് കണ്ണൂർ. ബാക്കി 3ഉം ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കായല് 2ഉം 3ഉമാണ്. വേമ്പനാട് കായൽ പുന്നമടം പ്രശസ്ത നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. ഇനി നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായല് അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. നമ്മുടെ ഉത്തരം 2 മാത്രമാണ്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അറബിക്കടലിൽ ഭാരതപ്പുഴ, പോഷക നദികൾ ഇടമലയാർ, മുദ്രപ്പുഴ. ഇതാണ് തെറ്റായിട്ടുള്ളത്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ് പമ്പാ നദി ഒഴുകുന്നത്. ശരിയാണ്. ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത്. പോഷക നദികൾ തെറ്റിപ്പോയി. 244 കിലോമീറ്റർ നീളമുള്ളത് പെരിയാർ തന്നെയാണ്. 45 കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ടതാണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. മണി ഉണ്ടെങ്കിൽ സ്വകാര്യം നടക്കും. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ശരിയാണ്. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി. കോഴിക്കോട് ജില്ല ഉറുമി. സഹായം നൽകിയത് ചൈനയാണ്. ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ എന്താണ്? 1ഉം 3ഉം തെറ്റാണ്. നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് പെരിയാറാണ്. ഇനി ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ പെരിയാർ തെറ്റാണ്. അപ്പൊ വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ആനയെ സംരക്ഷിക്കുന്നു. തെന്മല ഇക്കോ ടൂറിസം ശെന്തുരണി വന്യജീവി സങ്കേതത്തിലാണ്. കൊല്ലം ജില്ലയിലാണ്. ക്ലിയർ ആണ്. ഇനി 47ാമത്തെ ചോദ്യമാണ്. ഉത്തരം 2ഉം 3ഉമാണ് ശരി. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലുള്ള പാമ്പാടും ചൊലയാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം ഇരവികുളം. അതാണ് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന. ഇനി നമുക്ക് വേണ്ടത് കേരളത്തില് മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന എന്താണ്? 1ഉം 4ഉം യോജിക്കുന്നില്ല. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ക്ലിയർ ആണ്. ഇനി മത്സ്യബന്ധന മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജൻഗുവാണ്. അടുത്തത് ഗോദവർമ്മ രാജയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സ്പോർട്സ് സ്ഥാപക പ്രസിഡന്റാണ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം. കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരളത്തിന്റെ വിനോദസഞ്ചാരത്തിന്റെ പിതാവാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിച്ചു. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച് ശരിയായത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിത മലയാളി വനിത ഷൈനി വിൽസൺ.